കോൺഗ്രസ് നേതാവ് പവൻ ഖേഡയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ്. ഇരട്ട വോട്ടർ ഐ ഡി ആരോപണം ബിജെപി ഉന്നയിച്ചതിന് പിന്നാലെയാണ് നോട്ടീസ്. പവൻ ഖേഡയ്ക്ക് 2 മണ്ഡലങ്ങളിൽ വോട്ടർ ഐ ഡി ഉണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി PR അരവിന്ദ് ചേരുന്നുണ്ട്. അരവിന്ദ്, ഇത് ആരോപണം എന്താണ്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ. അവർക്ക് എന്തായാലും ഇന്ന് രാവിലെയായിരുന്നു BJP നേതാക്കൾ കോൺഗ്രസ് നേതാവായ പവൻ ഖേഡയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉയർത്തിയത്. ഡൽഹിയിലെ ജംഗ്പുര അതുപോലെ തന്നെ ന്യൂഡൽഹി മണ്ഡലങ്ങളുടെ വോട്ടർ പട്ടികയിൽ പവൻ ഖേഡയുടെ പേരുണ്ടെന്ന ആരോപണമായിരുന്നു BJP പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ വോട്ടർ പട്ടികയും പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ പവൻ ഖേഡയുടെ ഒരു പ്രതികരണവും വന്നിരുന്നു. കാരണം താൻ ഇത് ഒഴിവാക്കാനും, അതായത് ജംഗ്പുരയിലുള്ള തന്റെ പേര് ഒഴിവാക്കാൻ വേണ്ടിയുള്ള അപേക്ഷ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയെന്നതായിരുന്നു പവൻ ഖേഡയുടെ ഒരു വിശദീകരണം വന്നത്. പക്ഷേ ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഒരു നോട്ടീസ് പവൻ ഖേഡയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് പവൻ ഖേഡയ്ക്ക് 2 മണ്ഡലങ്ങളിൽ വോട്ടുള്ളതായി അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖകൾ ഉള്ളതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഈ നോട്ടീസിന് മറുപടി നൽകണം. 8-ാം തീയതിക്ക് മുമ്പ് മറുപടി നൽകണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം പവൻ ഖേഡയ്ക്ക് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര അവസാനിച്ചതിന് അടുത്ത ദിവസമാണ് BJP ആരോപണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ വോട്ടർ അധികാര യാത്രയ്ക്ക് ചുക്കാൻ പിടിച്ച ഒരു പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് പവൻ ഖേഡ. അപ്പോൾ പവൻ ഖേഡയ്ക്കെതിരായ ആരോപണം അത് കോൺഗ്രസ് ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ ആരോപണങ്ങൾ കോൺഗ്രസ് തള്ളിയിട്ടുണ്ട്. കാരണം ഈ തിരിച്ചറിയൽ രേഖ ഒഴിവാക്കാൻ താൻ 2016-17 കാലഘട്ടത്തിൽ തന്നെ ഒരു അപേക്ഷ നൽകിയതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വിഷയത്തിൽ കുറ്റക്കാരെന്ന് പവൻ ഖേഡ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ വിഷയത്തിലും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ഒരു പോരിന് തന്നെയാണ് വഴിയൊരുങ്ങുന്നത്. ശരി അരവിന്ദ്.